ഇക്കഴിഞ്ഞ ജൂലൈ 5-ാം തീയതി വൈകിട്ടാണ് ദിയ പ്രസവിച്ചത്. 3-ാം ദിവസം ആശുപത്രി വിടുകയും ചെയ്തു. തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലും ബിസിനസ്സും യൂട്യൂബ് വീഡിയോകളുമെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ദിയ അതിലെല്ലാം തൻ്റെ വിശേഷങ്ങളും പങ്കുവെക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി പങ്കുവച്ചിരിക്കുന്നത് ഓമിക്കുട്ടൻ്റെ ആദ്യ ഓയിൽ മസാജ് കുളിയുടെ വിശേഷമാണ്. തുടർന്ന് വയറു നിറയെ പാലും കുടിച്ച് അമ്മയുടെ ചൂടുപറ്റിക്കിടക്കുന്ന ഓമിക്കുട്ടൻ്റെ കാലുകളുടെ ചിത്രം പങ്കുവച്ചാണ് ദിയ മകൻ്റെ ആദ്യ കുളിവിശേഷം അറിയിച്ചത്. സാധാരണ പൊക്കിൾ കൊടിയൊക്കെ കഴിഞ്ഞ് കുളിപ്പിക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശം നൽകുക. അതിനു മുന്നേ കുളിപ്പിച്ചാൽ പൊക്കിൾ കൊടിയിൽ വെള്ളം പറ്റാതെ നോക്കണമെന്നും ഡോക്ടർമാർ പറയും. അതുവരെ ശരീരം വൃത്തിയായി തുടച്ചെടുക്കാനാണ് നിർദ്ദേശിക്കുക. ഓമിക്കുട്ടൻ്റെ പൊക്കിൾ കൊടി കൊഴിയും മുന്നെയാണ് ജനിച്ച് 10-ാം ദിവസമായതോടെ എണ്ണ തേച്ചുള്ള കുളിയും നടത്തിയത്. അതിൽ തെറ്റൊന്നുമില്ല. ആ കാഴ്ച കാണാൻ കുടുംബം മുഴുവൻ എത്തിയിരുന്നു എന്നതാണ് മറ്റൊരു വിശേഷം. കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നതും അവരുടെ അപ്പോഴുള്ള കരച്ചിലും ചിരിയും ബഹളവും ദേഹത്ത് വെള്ളം വീഴുമ്പോഴുള്ള സന്തോഷവുമെല്ലാം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കുളിച്ചു കഴിയുമ്പോഴുള്ള മണവും ആ തണുപ്പിൽ അവരെ പുതപ്പിൽ പുതച്ചെടുത്തിരിക്കുന്നതുമെല്ലാം ഒരു പ്രത്യേക കാഴ്ചയുമാണ്. ആ കാഴ്ചയാണ് ഇപ്പോൾ സിന്ധുവും കൃഷ്ണകുമാറും മക്കളുമെല്ലാം ആസ്വദിക്കുന്നത്. മകനെ കുളിപ്പിക്കുന്നത് കാണാൻ ജോലിത്തിരക്കിനിടയിൽ നിന്ന് അശ്വിനും ഓടിപ്പാഞ്ഞെത്തിയിരുന്നു. എല്ലാവർക്കും കൗതുകമായി മാറിയ ഓമിക്കുട്ടൻ്റെ ആദ്യ കുളിക്ക് ശേഷം പാല് കുടിച്ച് ഇപ്പോൾ അമ്മയുടെ ചൂടുപറ്റി സുഖമായി കിടന്നുറങ്ങുകയാണ് ആ കക്ഷി. അതേസമയം മുഖത്തെ കുരുക്കളും പാടുകളും മാറ്റാൻ ദിയയും സൗന്ദര്യ സംരക്ഷണ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. സാധാരണ ഗർഭിണികളെ നേരം വെളുക്കും മുന്നേ കുളിപ്പിക്കുന്നതും ഭക്ഷണം കുത്തിനിറച്ച് കഴിപ്പിക്കുന്നതുമൊക്കെയാണ് നമ്മുടെ നാട്ടിലെ രീതികൾ. എങ്കിലും ഇവിടെ അതിൽ നിന്നും എല്ലാത്തിൽ നിന്നും മക്കളുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും നോക്കുന്ന കൃഷ്ണകുമാറും സിന്ധുവും അതേ ഇഷ്ടം തന്നെയാണ് പ്രസവ ശുശ്രൂഷയിലും തിരഞ്ഞെടുത്തിരിക്കുന്നത്. രാവിലെ ഉറക്കമുണരുവാൻ ഇഷ്ടമില്ലാത്ത ദിയയെ അതിനൊന്നും നിർബന്ധിക്കുന്നില്ല ഇരുവരും. അവൾക്ക് ഉറങ്ങേണ്ട സമയമത്രയും ഉറങ്ങിക്കോട്ടെ. അതുകൊണ്ട് തന്നെ വൈകി ഉണരാൻ ഇഷ്ടമുള്ള ദിയയ്ക്ക് അതുതന്നെ ചെയ്യാനുള്ള സൗകര്യമാണ് അച്ഛനും അമ്മയും ഒരുക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയാകുന്നതോടെ പതുക്കെയാണ് ദിയയുടെ കുളിയും മറ്റു കാര്യങ്ങളും നടക്കുക. അതിനു മുന്നേ കുഞ്ഞിനെ കുളിപ്പിച്ച് ഉറക്കി സൗന്ദര്യ സംരക്ഷണത്തിന് ഇരുന്നപ്പോഴാണ് ദിയ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇനി ഞാനും സുന്ദരിയാകും എന്ന ക്യാപ്ഷനോടെയാണ് ദിയ മുഖത്ത് ക്രീം ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ പങ്കുവച്ചത്. ആ ചിത്രങ്ങൾ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു. ദിയയുടെയും ഓമിക്കുട്ടൻ്റെയും ഫാൻസ് പേജുകളിലടക്കം ഓമിക്കുട്ടൻ്റെ ആദ്യ കുളിയുടെ വിശേഷങ്ങൾ എത്തിയിട്ടുണ്ട്. നിലവിൽ ഓമിക്കുട്ടൻ്റെ പേജിൽ നിരവധി ഫാൻസ് പേജുകളും ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.